ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നെല്ലിശ്ശേരിയിലെ ആളുകളും കമലയും അനൂപും മീരയും ഒക്കെ അവരെല്ലാവരും കൂടി ഇപ്പോൾ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അർച്ചന വീട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ ഇതുവരെ സച്ചി അവിടേക്ക് കയറിയിട്ടില്ല. അർച്ചനയും കൊണ്ട് ഈ പടി ചവിട്ടു എന്നാണ് ഇപ്പോഴും സച്ചി പറഞ്ഞിരിക്കുന്നത്. സച്ചി എപ്പോഴൊക്കെ അവിടെ ചെന്നാലും അവരെല്ലാവരും വീട്ടിനകത്തേക്ക് വിളിക്കും. പക്ഷേ എന്നാൽ സച്ചി അവിടേക്ക് കയറില്ല. ഇപ്പോഴും വിളിച്ചു, എന്നിട്ടും സച്ചി കയറുന്നില്ല. ഈ സമയം ആവണി അവിടേക്ക് സ്കൂട്ടറിൽ എത്തിയിരിക്കുകയാണ്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ, സ്ഥിരം പരിപാടിയായിരിക്കും. അകത്തേക്ക് ക്ഷണിക്കൽ അല്ലേ എന്നൊക്കെ ആവണി ചോദിക്കുന്നുണ്ട്. എത്ര പറഞ്ഞാലും ഇവന് മനസ്സിലാവില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ എന്ന് കമല പറയുമ്പോൾ, വെറുതെ എന്തിനാ പറയുന്നത്, അങ്കിൾ ഒരിക്കലും മാറില്ല എന്നൊക്കെ ആവണി പറയുന്നു. അമ്മേ, എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞ് കമലയോട് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്നും പോകുന്നു. ഇന്ദുവാണെങ്കിൽ വളരെയധികം വിഷമത്തിൽ തന്നെ ഇരിക്കുകയാണ്. നിൻ്റെ അമ്മ ഇനി ഒരിക്കലും വരത്തില്ല, അവരെപ്പോഴേ മരിച്ചു കാണും എന്നൊക്കെ അദീനയും കൂട്ടുകാരുമൊക്കെ പറഞ്ഞത് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ഇന്ദു. ഇപ്പോൾ ഇന്ദുവിൻ്റെ അടുത്തേക്ക് കമല വന്നിട്ടുണ്ട്. കമല ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്ന്. ട്രോഫി അച്ഛനെ കാണിച്ചല്ലോ, പിന്നെ എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഉടനെ എങ്ങാനും വരുമോ എന്ന് ഇന്ദു ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട്, മോളുടെ അമ്മ ഉടനെ തന്നെ വരുമെന്ന്. എല്ലാവർക്കും അമ്മയുണ്ട്, എനിക്ക് മാത്രം അമ്മയില്ല എന്ന് വിഷമത്തോടെ പറയുകയാണ് ഇന്ദു. മോൾക്ക് അച്ഛനില്ലേ എന്ന് കമല ചോദിക്കുമ്പോൾ ഇന്ദു പറയുന്നുണ്ട്, അച്ഛൻ കോമാളിയാണെന്ന് പറഞ്ഞ് കൂട്ടുകാരനെ കളിയാക്കി. ഇത് കേട്ട് കമല പറയുന്നുണ്ട്, മോളെ ആരും കളിയാക്കില്ല, അങ്ങനെ ആരെങ്കിലും കളിയാക്കിയാൽ അമ്മമ്മ അങ്ങോട്ട് വരും, കളിയാക്കിയവരാരാണെന്ന് അമ്മൂമ്മ വന്ന് ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ഇന്ദുവിനെ സമാധാനിപ്പിക്കുകയാണ് കമല. കമല അങ്ങോട്ട് നോക്കിയപ്പോൾ അർച്ചനയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിരിക്കുന്നു. അതിലൊരു മാലയും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ട് കമലയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ആതിരേ, അനഘേ, എടി സ്നേഹേ, നിങ്ങളൊക്കെ എവിടെ പോയി കിടക്കുന്നു? എന്താ ഇത്, ആരാ ഇത് ചെയ്തത് എന്നൊക്കെ കമല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നോ? ഞാൻ എന്തായി കാണുന്നത്? ആര് ഈ ഫോട്ടോയിൽ മാലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്നൊക്കെ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് കമല ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ആരുമല്ല ഇത് ചെയ്തത് എന്ന് അവർ പറയുന്നു. ശരിയാണ്, എൻ്റെ കുഞ്ഞിനെ കാണാതായിട്ട് വർഷങ്ങളായി. ഇപ്പോൾ എവിടെയാണെന്നോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞ് മരിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല എന്നൊക്കെ കരഞ്ഞുകൊണ്ട് കമല പറയുന്നുണ്ട്. അതോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ അവൾ മരിച്ചോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് കമല. വർഷങ്ങൾ ഒരുപാടായി എൻ്റെ മോളെ കാണാതായിട്ട്. അവൾ ഇപ്പോഴും എവിടെയോ ജീവനോടെയുണ്ട്, അതിലെനിക്ക് ഒരു സംശയമില്ല എന്നൊക്കെ കമല. അവളുടെ ചിത്രത്തിൽ മാലയിടാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു? അഥവാ അവൾ മരിച്ചു എന്നറിഞ്ഞാൽ അതോടെ ഈ ഭൂമിയിൽ ഞാൻ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് കമല. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ആതിര പറയുന്നുണ്ട്. ഇതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നമ്മേ, അബദ്ധത്തിൽ എപ്പോഴോ ഈ ഫോട്ടോയിൽ മാല വന്നത് ആയിരിക്കും, അത് അപ്പോഴേ എടുത്ത് മാറ്റിയില്ലേ, അതുപോരെ എന്നൊക്കെ ആതിര ചോദിക്കുന്നുണ്ട്. അർച്ചനയുടെ അച്ഛൻ മരിച്ചു പോയിരുന്നു. ആ അർച്ചനയുടെ അച്ഛൻ്റെ ഫോട്ടോയിലിട്ടിരുന്ന ആ മാലയാണ് അർച്ചനയുടെ ഫോട്ടോയിലേക്ക് വന്ന് വീണിരിക്കുന്നത്. അങ്ങനെ കമല അതെടുത്ത് അച്ഛൻ്റെ ഫോട്ടോയ്ക്ക് തന്നെ ഇടുന്നുണ്ട്. ഇന്ദു ആണെങ്കിൽ വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മോളങ്ങ് പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയാണ് കമല. മോളോടല്ലല്ലോ, അമ്മമ്മ അവരോടല്ലേ ദേഷ്യപ്പെട്ടത് എന്ന് കമല പറയുന്നുണ്ട്. അമ്മമ്മേ, അമ്മയുടെ ഫോട്ടോയിൽ ഞാനാണ് മാലയിട്ടത് എന്ന് കരഞ്ഞുകൊണ്ട് ഇന്ദു പറയുന്നു. ഞാൻ രാവിലെ വരുമ്പോൾ ആ മാല താഴെ കിടക്കുകയായിരുന്നു. അങ്ങനെ രാവിലെ നടന്ന കാര്യങ്ങളൊക്കെ കമലയോട് ഇന്ദു പറയുകയാണ്. ഇന്ദു അർച്ചനയുടെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, അമ്മേ, ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം, വൈകുന്നേരം കാണാം, നേരത്തെ വരാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ മാല നിലത്ത് കിടക്കുന്നത് ഇന്ദു കാണുന്നത്. ഇപ്പോൾ അമ്മയെ കാണാൻ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ മാല ആ ഫോട്ടോയിലിട്ട് കൊടുക്കുകയാണ് ഇന്ദു. അപ്പോൾ പോയിട്ട് വരട്ടെ, ടാറ്റാ എന്നൊക്കെ പറഞ്ഞ് ഇന്ദു സ്കൂളിലേക്ക് പോയതായിരുന്നു. അങ്ങനെ നടന്ന കാര്യം കമലയോട് പറഞ്ഞിരിക്കുകയാണ് ഇന്ദു. അമ്മ സുന്ദരിയായിട്ടിരിക്കാൻ വേണ്ടി ചെയ്തതാണ്, സോറി അമ്മമ്മേ എന്നൊക്കെ കമലയോട് ഇന്ദു പറയുന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ കമല ഇന്ദുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടുപേരും കരയുകയാണ്. സാരമില്ല, എൻ്റെ മോൾ അറിയാതെ ചെയ്തതല്ലേ, മോൾ ഈ ട്രോഫി കൊണ്ടുപോയി അമ്മയുടെ ഫോട്ടോയുടെ മുന്നിൽ കൊണ്ട് വയ്ക്ക്. എപ്പോഴെങ്കിലും മോളുടെ അമ്മ നേരിട്ട് വന്ന് ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് സന്തോഷമാവും, ചെല്ല് എന്നൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇന്ദു അങ്ങനെ ആ ഫോട്ടോയുടെ മുന്നിലേക്ക് ട്രോഫി കൊണ്ട് വയ്ക്കുകയാണ്. ഒന്ന് വേഗം വരണേ അമ്മേ,
ഫ്രണ്ട്സൊക്കെ എന്നെ ഒരുപാട് കളിയാക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ അത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം വരും എന്നൊക്കെ വളരെ വിഷമത്തോടെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിന്ന് ഇന്ദു പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ എവിടെയാണ് അമ്മയുള്ളത് എന്നൊക്കെ ഇന്ദു വളരെ വിഷമത്തോടെ ചോദിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയുടെ കുഞ്ഞിനെയാണ്. മുത്തശ്ശി എന്ന് വിളിച്ച് ആ കുട്ടി അകത്തേക്ക് ഓടി വരുന്നുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ആ സമയത്താണ് കുട്ടി വീണ വായന കേൾക്കുന്നത്. അത് കേട്ടപാടെ അങ്ങോട്ട് ശ്രദ്ധിക്കുകയാണ്. മോളെ, സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ആദ്യം അമ്മയോടൊന്ന് പോയി പറയട്ടെ എന്ന് പറഞ്ഞ് അമ്മയുടെ അരിയിലേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ ഗൗരി ഓടി അർച്ചനയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോയതുകൊണ്ട് തന്നെ അച്ചമ്മയ്ക്ക് ചെറിയൊരു സങ്കടമുണ്ട്. അങ്ങനെ അച്ഛൻ വന്നപ്പോൾ മുത്തശ്ശി അദ്ദേഹത്തോട് പരാതി പറയുകയാണ്. എന്താ എപ്പോഴും അമ്മ അമ്മ എന്ന് പറഞ്ഞ് ഗൗരി ഇങ്ങനെ പോകുന്നത്? എനിക്കെന്താ, ഇവിടെ ഒരു സ്ഥാനവും ഇല്ലേ? ഞാൻ അവളുടെ അച്ചമ്മയല്ലേ? അവളുടെ സ്നേഹം എനിക്കും വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അമ്മ എന്ന് പറഞ്ഞ് ഗൗരി വിളിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അർച്ചന ഒരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നോക്കുന്നു. അർച്ചന അങ്ങനെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് തിരക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളൊക്കെ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഗൗരി പറയുന്നുണ്ട്, അമ്മയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. അമ്മ എന്താ അമ്മ വരാതിരുന്നത് എന്നൊക്കെ ഗൗരി ചോദിക്കുന്നുണ്ട്. അമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ടല്ലേ വരാതിരുന്നത്? അല്ലെങ്കിൽ അമ്മ വരാതിരിക്കുമോ എന്നൊക്കെ അർച്ചന ചോദിക്കുന്നുണ്ട്. എനിക്ക് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി എന്ന് ഗൗരി പറയുന്നു. ഫസ്റ്റ് ഡേ തന്നെയോ? അത് കൊള്ളാമല്ലോ എന്ന് അർച്ചന പറയുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അടുത്തേക്ക് ഗൗരിയുടെ അച്ഛനും വന്നിരിക്കുകയാണ്. ഇപ്പോൾ തനിക്ക് എങ്ങനെയുണ്ട് തലവേദന എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. എൻ്റെ ഗൗരിമോള് വന്നില്ലേ, ഇനി എൻ്റെ തലവേദന മാറിക്കോളും എന്ന് അർച്ചന പറയുന്നു. പ്രിൻസിപ്പൽ അമ്മയുടെ കാര്യം ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം അമ്മയും കൂടെ വരണമെന്ന് ഗൗരി പറയുന്നു. വരാം മോക്ക്, അമ്മ ചായ തരാമെന്ന് പറഞ്ഞ് ഗൗരിയുമായി പോവുകയാണ് അർച്ചന. ഇതേ സമയം ചിപ്പിയെ കാണിക്കുന്നുണ്ട്. ചിപ്പി ട്രോഫിയുമായി ഓടിപ്പോവുകയാണ് അകത്തേക്ക്. അമ്മ ഇന്നും വന്നില്ലേ എന്ന് ചിപ്പി ചോദിക്കുന്നു. അപ്പോൾ അമ്മ ബിസിനസ് ടൂറിലല്ലേ എന്ന് പറയുന്നുണ്ട് അവിടുത്തെ ജോലിക്കാർ. അങ്ങനെ ചിപ്പി ട്രോഫിയുമായി അകത്തേക്ക് പോവുകയാണ്. എന്നിട്ട് കിടന്ന് വാശി പിടിക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാത്രിയായിരിക്കുന്നു. സ്കൂട്ടറിൽ അനൂപ് വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പോയ കാര്യം എന്തായി അനൂപേട്ടാ? എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. എന്നാൽ വളരെ വിഷമത്തോടെ അനൂപ് അവിടെ ഇരിക്കുകയാണ്. എന്താ ഏട്ടാ, അയാൾ എന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നുണ്ട്, ഈ ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. പണക്കാരൻ്റെയും ജയിച്ചവൻ്റെയും കൂടെ മാത്രമേ എല്ലാവരും നിൽക്കൂ. തോറ്റുപോയവരെ സഹായിക്കാൻ ആരും തയ്യാറാകില്ല. അപ്പോൾ പണം കിട്ടില്ലേ എന്ന് ആതിര ചോദിക്കുന്നുണ്ട്. ആരും ഒരു കൈതന്നു പോലും സഹായിക്കില്ല എന്ന് അനൂപ് പറയുന്നു. എന്നിട്ട് അമ്മ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ അവിടെ വിഷമിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ധനുഷും സ്നേഹയും അവിടേക്ക് വരുന്നുണ്ട്. സന്ദീപും അവിടേക്ക് വരുന്നുണ്ട്. നമുക്കൊരാപത്ത് വന്നപ്പോൾ പലിശ പോലും വാങ്ങാതെ നമുക്ക് പണം തന്ന് സഹായിച്ചതല്ലേ അദ്ദേഹം. അത് തിരികെ കൊടുത്തില്ലെങ്കിൽ അവരുടെ കല്യാണം മുടങ്ങും എന്നൊക്കെ സന്ദീപ് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തു ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട് ആതിര. നമ്മൾ നെല്ലിശ്ശേരിയിലുള്ള സമയത്ത് അവിടെ ഒരുപാട് പേരെ നമ്മൾ സഹായിച്ചതായിരുന്നു. ഇപ്പോൾ ഇവർക്കൊരാവശ്യം വന്നപ്പോൾ ആരും തന്നെ സഹായിക്കാനില്ല. സഹായം ചോദിച്ചു ചെന്നാൽ തന്നെ എന്തെങ്കിലും ഈട് വയ്ക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ വാടക വീട്ടിലല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ഈടും വയ്ക്കാൻ കാണില്ലല്ലോ എന്നൊക്കെയാണ് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ ആളുകൾ പറയുന്നത്. ആ കേസ് പോലും നേരോചനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെക്കൊണ്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ വക്കീലന്മാർ ചോദിക്കുന്ന ഫീസ് കൊടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുന്നുമില്ല എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, എന്തായാലും ലോനപ്പേട്ടൻ്റെ പണം ഉടനെ തന്നെ കൊടുത്തേ പറ്റൂ. നമുക്ക് നന്ദേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനത് ആലോചിച്ചു, നന്ദനെ വിളിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ടുകൾ അങ്ങോട്ട് പറയേണ്ടി വന്നില്ല, അതിനു മുമ്പേ തന്നെ അവിടുത്തെ ബുദ്ധിമുട്ടുകൾ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് അനൂപ്. നന്ദൻ ഉടനെ തന്നെ വരുന്നുണ്ട്, ഒരു 4-5 മാസം ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. അനൂപ് അങ്ങനെ പറയുന്നത് കേട്ട് ആതിര ചോദിക്കുന്നുണ്ട്, സന്ധ്യേച്ചിയും കൂടെ കാണുമോ എന്ന്. അതെനിക്കറിയില്ല, പക്ഷേ 1 വർഷമായി നന്ദൻ്റെ ജോലി പോയിട്ട്. പുതിയ ജോലിയിൽ നന്ദൻ ഇതുവരെ ജോയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. നാട്ടിൽ വന്ന് എങ്ങനെയെങ്കിലും പണം സംഘടിപ്പിച്ച് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനാണ് നന്ദൻ്റെ പരിപാടി എന്നൊക്കെ അനൂപ് പറയുമ്പോൾ, അപ്പോൾ ആ പ്രതീക്ഷയും പോയല്ലേ എന്ന് സന്ദീപ് ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെയാണ് നന്ദനോട് പണം ചോദിക്കുന്നത് എന്ന് അനൂപ് പറയുന്നുണ്ട്. ആ സമയത്താണ് മീര അവിടേക്ക് വരുന്നത്. ഇനിയിപ്പോൾ എന്താ ഒരു വഴി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് കേട്ട് മീര പറയുന്നുണ്ട്, ഉള്ള വഴിയൊക്കെ അടഞ്ഞു, അവനവൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും വരുന്നത് എന്നൊക്കെ മീര പറയുന്നുണ്ട്.
നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ മീര പറയുന്നു, എല്ലാം അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. എങ്ങനെയെങ്കിലും കോടതിയിൽ കേസ് നടത്തി പോയതെല്ലാം തിരിച്ചു പിടിക്കണമായിരുന്നു. കേസിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഉഴപ്പ് കാണിച്ചു തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇത് വലിയ കുഴപ്പമാവുമെന്ന്. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പുതിയൊരു വക്കീലിനെ കണ്ടെത്തി കേസിൻ്റെ കാര്യം റെഡിയാക്കണം. അതുവരെ ലോനപ്പേടിന് ഇത് ക്ഷമിക്കുമോ? അവർ കൊച്ചിൻ്റെ കല്യാണം മാറ്റിവെക്കാൻ പറ്റുമോ എന്നൊക്കെ മീര പറയുമ്പോൾ, മീരടുത്ത് ഒന്ന് ക്ഷമിക്ക്. ഇതാണ് പ്രശ്നം. എല്ലാവരുടെയും വിചാരം എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നോളും എന്നാണ്. ഇനി അത് നടക്കില്ല എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ മീര പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, എൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഇത് കേട്ട് അനൂപ് പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പരസ്പരം കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വലിയൊരു സത്യമാണ് പണം കൊടുക്കണമെന്നുള്ളത്, അത് കൊടുത്തേ പറ്റൂ എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. നോക്കാം, എന്തായാലും കുറച്ച് ദിവസം കൂടെ ബാക്കിയുണ്ടല്ലോ. എന്തായാലും എല്ലാവർക്കും ഒരുമിച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും അകത്തേക്ക് പോവുകയാണ്. എന്നാൽ ധനുഷ് അവിടെ വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അർച്ചന ഇപ്പോൾ താമസിക്കുന്നത് ഒരു വീട്ടിലെ മരുമകളായി തന്നെയാണ്. ഗൗരിയാണെങ്കിൽ അദ്ദേഹത്തെ അച്ഛ എന്നുമാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന് അമ്മയും ഒരു സിസ്റ്ററുമുണ്ട്. അങ്ങനെ അവർ 5 പേരും കൂടിയാണ് അവിടെ താമസിക്കുന്നത്. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ടോ എന്നൊക്കെ അവർ അമ്മ അന്വേഷിക്കുന്നുണ്ട്. ഉണ്ടെന്ന് പറയുമ്പോൾ കൃഷ്ണൻ്റെ ക്ഷേത്രമാണോ എന്ന് ചോദിക്കുന്നു. അവിടുത്തെ പോലെ തന്നെ. അപ്പോൾ പറയുന്നല്ല, ഇവിടെ ഒരു ദേവീ ക്ഷേത്രമാണ്, നല്ല ശക്തിയുള്ള ദേവിയാണ് അവിടെയുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അവർ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ 2 പേരും കൂടി നാളെ എൻ്റെ കൂടെ അമ്പലം വരെ വരണമെന്ന്. നിങ്ങൾക്ക് 2 പേർക്കും ഇപ്പോൾ സമയദോഷമാണ്. അവിടെ തൊഴുത് വഴിപാടൊക്കെ നടത്തിയാൽ എല്ലാം മാറുമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ അർച്ചനയുടെ പേര് സമൃദ്ധ എന്നാണ്. അവിടെ എല്ലാവരും അർച്ചനയെ സമൃദ്ധ എന്നാണ് വിളിക്കുന്നത്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ധനുഷിനെയാണ്. ധനുഷ് ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് സ്നേഹ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, കുറേ നേരമായില്ല ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. ഉടനെ ധനുഷ് പറയുന്നുണ്ട്, 4-5 മാസം കഴിഞ്ഞാൽ നന്ദേട്ടൻ ഇവിടേക്ക് വരുമെന്ന്. അപ്പോൾ സ്നേഹ പറയുന്നു, അത് സന്തോഷമുള്ള കാര്യമല്ലേ. ഉടനെ ധനുഷ് പറയുന്നുണ്ട്, അവർ വരുമ്പോൾ അവർ സൂക്ഷിക്കാൻ തന്ന സ്വർണം എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? നമ്മൾ അവരോട് പറയാതെയല്ലേ അതെടുത്ത് പണയം വെച്ചത്. നന്ദേട്ടനും സന്ധ്യേച്ചിയും വരുമ്പോൾ അത് ചോദിക്കില്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോക്കറിൽ സൂക്ഷിക്കാൻ തന്ന സ്വർണം നമ്മൾ പണയം വെച്ചു എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ധനുഷ് ചോദിക്കുമ്പോൾ, നമ്മൾ ഇനി എന്തു ചെയ്യും എന്ന് സ്നേഹയും ചോദിക്കുന്നു. ഇനി നമ്മൾ ആരോട് കടം മേടിക്കാനാ? ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു മനുഷ്യൻ പോലും നമുക്ക് 10 പൈസ തരില്ല. നമ്മുടെ വിധി ഇങ്ങനെയായി പോയല്ലോ. നമ്മുടെ സ്വത്തെല്ലാം മറ്റുള്ളവരാണ് അനുഭവിക്കുന്നത്. കൊല്ലം എത്രയായി ഈ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. കേസ് ജയിക്കാനോ നഷ്ടപ്പെട്ടത് തിരികെ പിടിക്കാനോ ഒന്നും നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ കുടുംബത്തിന് എന്താ ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ പറയുമ്പോൾ, വിധി അല്ലാതെന്താ, അനുഭവിക്കാൻ യോഗമില്ലാതായി പോയി. അത് പറഞ്ഞിട്ട് ഇനി കാര്യമില്ലല്ലോ. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാം എന്നൊക്കെ ആലോചിക്കണം എന്നൊക്കെ ധനുഷ് പറയുന്നുണ്ട്. നമുക്കെന്തായാലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ, ഇപ്പോഴത്തെ ഈ അവസ്ഥ നന്ദേട്ടനും അറിയാവുന്നതല്ലേ എന്നൊക്കെ സ്നേഹ പറയുന്നുണ്ട്. അത് നമ്മൾ അവരോട് കാണിക്കുന്ന ചതിയല്ലേ, എങ്ങനെ തുറന്നു പറയാനാ എന്നൊക്കെ ധനുഷ് ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.